ഓ കൊള്ളായിരുന്നു, നല്ലതായിരുന്നു. ത്രൂ ഔട്ട് പക്ക കോമഡിയാണ്. ആ കൊള്ളാം, കോമഡി തന്നെ. ദൃശ്യത്തിന്റെ ഒരു സ്പൂഫ് ലെവൽ അങ്ങനെയാണോ? ആ ചെറുതായിട്ട് വന്നായിരുന്നു ആദ്യത്തെ ഒരു ഇത്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ഇതായിരുന്നു, പിന്നെ കുഴപ്പമില്ല. കോമഡീസ് ഒക്കെ പക്കായിട്ട് വർക്ക്ഔട്ട് ആയി. ഓ കുഴപ്പമില്ല. ഫുൾ നമുക്ക് ചിരിച്ച് എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. ഓ ക്ലൈമാക്സ് ഒക്കെ എങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ ട്വിസ്റ്റ് ഒക്കെ ഉണ്ടോ? അങ്ങനെ കുഴപ്പമില്ലായിരുന്നു. പക്ക ഒരു ഫാമിലി പടം തന്നെ. ഓ നല്ല സിനിമ തന്നെ. ആദ്യം വിജയെ കാണിച്ചുകൊണ്ടാണ് പിന്നെ കൂടുതൽ ഇരുന്നത്. നല്ല സിനിമ തന്നെയാണ്. വിജയുടെ ഒരു ടൈറ്റിൽ കാർഡ് കാണാൻ വേണ്ടി മാത്രം നമുക്ക് കയറാം വിജയ് ഫാൻസ്. പിന്നെ അതെ, വിജയ് ഫാൻസിന് നല്ല സിനിമയാണ്. പിന്നെ നല്ല കുടുംബത്തിലെ ഒരു ഇതാണ് കാണിക്കുന്നത്. പിന്നെ കൂടുതൽ പറഞ്ഞ പിന്നെ സിനിമ കണ്ടിട്ട് കാര്യമില്ല. പക്ക ഒരു ഫാമിലി മിഡിൽ ക്ലാസ്സിനൊക്കെ ഒരുപാട് മിഡിൽ ക്ലാസിന്റെ ഒരു ഇതായിട്ടാണ് അവിടെ വരുന്നത്. പക്ക ഫാമിലി എന്റർടൈൻമെന്റ്, ഫാമിലി കോമഡി ഉണ്ട്. എങ്ങനെയുണ്ട് പക്ക? അപ്പം ഫാമിലി ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെടും. എല്ലാവർക്കും കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. സൂപ്പർ, പക്ക ഒരു ഫൺ ഫാമിലി എന്റർടൈൻമെന്റ്, ഫൺ ഫാമിലിയാണ്. എല്ലാവർക്കും വന്നിരുന്ന് കാണാൻ പറ്റുന്ന ഒരു 2.5 മണിക്കൂർ പോകുന്നതേ അറിയത്തില്ല. ചെയ്തിട്ടുണ്ട്. അത് അവരുടെ എടുത്തു പറയേണ്ട അവരുടെ പെർഫോമൻസ് ജയറാമിന്റെയും ആ പിള്ളേരുടെയും എല്ലാവരുടെയും 2.5 മണിക്കൂർ സ്ക്രീനിൽ പിടിച്ചിരുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ ഒരു കോമ്പോസ് ഒക്കെ വർക്ക്ഔട്ട് വർക്ക്ഔട്ട് നല്ല രീതിയിൽ വർക്ക്ഔട്ട്. സാൻഡി മാസ്റ്റർ ഒക്കെ എങ്ങനെ? സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാവരും സൂപ്പർ ആയിട്ടുണ്ട്. ഡയറക്ഷൻ എല്ലാം അടിപൊളി, പക്ക ക്ലൈമാക്സ് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മളെ ഒരു വാവ് ഫാക്ട് ആയിട്ട് നമുക്ക് ഊഹിക്കാനൊക്കെ പറ്റും. എന്നാലും ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം എല്ലാ രീതിയിലുള്ള സംഭവം വേറെ തന്നെ ലെവൽ ടച്ച് ഒരു സിനിമയാണ്. ഫാമിലി ഓഡിയൻസ് ഏറ്റെടുക്കും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തമിഴന്മാർക്കാണ് തമിഴ് ഓഡിയൻസ് കേരള ഓഡിയൻസ്? ഇത് ഞാൻ മലയാളിയാണ്. ഇതിലെ പല കോമഡികളും കണ്ട് ഞാൻ പോലും പൊട്ടിച്ചിരിച്ചു. കാരണം ഭാഷകൾക്ക് അതീതമാണ് ഒരാൾ അഭിനയിച്ച് പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളത് ഈ സിനിമ അടിവരയിടുകയാണ്. അത് ഓൺലി ബിക്കോസ് ഓഫ് ഉർവശിയും ജയറാം.